ദേശീയ തലത്തിൽ UPA അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ MP-മാർക്ക് ഇനി പ്രസക്തി കൂടുമെന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം അവിടെ പോയി എന്ത് ചെയ്യാനാ എന്ന ചോദ്യത്തിന് ഇനി മറുപടി ഉണ്ടാകും. സ്വാഭാവികമായും ശക്തമായ പ്രതിപക്ഷമായി അവിടെ മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതാണ് ദേശീയ തലത്തിലും കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് കരുത്തേകുന്ന, കേരളത്തിൽ കരുത്തേകുന്ന സുരേഷ് ഗോപിയുടെ ലീഡ് പിന്നെയും കൂടുന്നു. 38,000-ലേക്ക് സുരേഷ് ഗോപിയുടെ ലീഡ്. സുരേഷ് ഗോപിയുടെ 40,000-ലേക്ക് കടക്കുന്നു. 38,000 കടന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 40,000. രഞ്ജിത്ത്, ഇതൊരു ട്രെൻഡാണ്, ആ മണ്ഡലത്തിലെ ട്രെൻഡാണ്. സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടൊരു വികാരം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്പം ലീഡെങ്കിലും കുറയേണ്ടതാണ്. അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിയായി മാറിയിരിക്കുകയാണ് എന്ന കാര്യം നിസ്സംശയം പറയാം. 40% വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇതിനിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി, സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സുരേഷ് ഗോപി അവിടെ ആദ്യം മുതൽ തന്നെ അവിടെ അവതരിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷം തൃശ്ശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഒരുപാട് എതിർപ്പുകൾക്കിടയിലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയും അമിത്ഷായും സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുന്നു. നിരവധി വാഗ്ദാനങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കെ മുരളീധരന്റെ വരവ് തൃശ്ശൂരിന്റെ മത്സരക്കളം വ്യത്യസ്തമാക്കുന്നു. പത്മജ വേണുഗോപാലിന്റെ കൂറുമാറ്റം വലിയ ചർച്ചയാകുന്ന സാഹചര്യമുണ്ട്. സുനിൽകുമാർ എന്ന ജനകീയ സ്ഥാനാർത്ഥി LDF അവിടെ അവതരിപ്പിക്കുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ, കേരളത്തിൽ താമര വിരിയിക്കുന്നത്. 40,000 താമര വിരിയുകയാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ താമര വിരിയിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 8,401 വോട്ടുകൾക്കാണ് രാജീവ് അപർണയ്ക്കൊക്കെ ആശ്വാസകരമായ ഒരു വാർത്ത. ബംഗാളിൽ CPM ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റിൽ ബംഗാളിൽ ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ ബിജോയ് ലീഡ് തിരിച്ചു പിടിച്ചു. 2 സീറ്റായി അല്ലെ? ആറ്റിങ്ങലിൽ ബിജോയ് ലീഡ് തിരിച്ചു പിടിച്ചു. $1,295 വോട്ടുകൾക്ക് ബിജോയ് LDF ആറ്റിങ്ങലിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും ലീഡ് കുറഞ്ഞു. 346 വോട്ട് കുറഞ്ഞിരിക്കുന്നു. ജോയുടെ ലീഡ് വീണ്ടും കുറഞ്ഞു. 348. വളരെ രാജസ്ഥാനിലും CPM-ന് ലീഡ്. രാജസ്ഥാനിലും CPM-ന് ലീഡ്. രാജസ്ഥാനിലും CPM ലീഡ്. അടിജണ്ട ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന് സംഭവിക്കുന്ന എന്താണ്? ഇവിടെ സീറ്റ് കുറയുകയും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യം ഒരു സീറ്റ് CPM-ന് നൽകിയിരുന്നു. ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഒരു സീറ്റ്. വീണ്ടും പുറകിൽ. ബിജോയ് വീണ്ടും പുറകിൽ. ആറ്റിങ്ങൽ മത്സരം അപ്രവചനീയമാവുകയാണ്. ടൈറ്റ് ഫൈറ്റ് ആണ് ആറ്റിങ്ങലിൽ. കേരളത്തിന്റെ മൊത്തം ശ്രദ്ധ ആറ്റിങ്ങലിലേക്ക് കൊണ്ടുവരണം. കാരണം ആറ്റിങ്ങൽ ലീഡ് നിലകൾ മാറി മറിയുകയാണ്. എത്ര വോട്ടിനാണ് പിന്നെ? 1,353 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് വീണ്ടും ആറ്റിങ്ങൽ മുന്നിൽ. ടൈറ്റ് മത്സരമാണ് ആറ്റിങ്ങലിൽ. ശക്തമായ പോരാട്ടമാണ് ആറ്റിങ്ങലിൽ. CPM-ന്റെ പ്രസ്റ്റീജ് സീറ്റാണ് ആറ്റിങ്ങൽ. ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്ന ആറ്റിങ്ങലിൽ ഓരോ നിമിഷവും ഫലപ്രവചനം മാറി മറിയുകയാണ്. CPM-ന്റെ ചുവപ്പ് കോട്ട ആറ്റിങ്ങലിലാണ് ഈ മത്സര സ്വഭാവം കൈവരിക്കുന്നത് എന്നുകൂടി കാഴ്ചവെക്കണം. സംസ്ഥാനമൊട്ടാകെ UDF തരംഗം ആറ്റിങ്ങലിലുമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് CPM കോട്ടയിൽ ഇത്ര വലിയ മത്സരം അടൂർ പ്രകാശ് കാഴ്ചവെക്കുന്നത്. ഓരോ നിമിഷവും 2 സീറ്റിൽ ലീഡ് നേടാനുള്ള അവസരമായിരുന്നു. പക്ഷേ പിന്നീട് ജോയ് പിന്നോക്കം പോയി. അങ്ങനെ ഇപ്പോഴും 17-2-1 അല്ലേ?
ഇപ്പോഴും ജോയ് 17-2-1. അതെ 17-2-1. അതെ ജോയ് പിന്നിലാണ്. പക്ഷെ ആറ്റിങ്ങലിൽ ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ജോയ് പിന്നിലാണ്, പക്ഷെ അല്പസമയം മുമ്പ് മുന്നിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ 17-2 BJP 1 LDF എന്ന രീതിയിൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോഴും ഒരു മത്സരം ഉണ്ടായില്ല എന്നുള്ളത് വ്യക്തം. ആറ്റിങ്ങലിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമായി കണക്കാക്കിയത് ഒരുപക്ഷെ 3 സീറ്റ് എന്നൊക്കെ എക്സിറ്റ് പോൾ വന്നപ്പോൾ അതിൽ തൃശ്ശൂരും തിരുവനന്തപുരവും കഴിഞ്ഞതിനു ശേഷം പറയപ്പെട്ട പേര് അങ്ങനെ ഒരു മത്സരം ആറ്റിങ്ങലിൽ ഉണ്ടായില്ല. ഉണ്ടായത് LDFും UDFും തമ്മിലുള്ള മത്സരം തന്നെയാണ് എന്നത് വ്യക്തം. തിരുവനന്തപുരത്ത് ഇപ്പോൾ BJPക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതെ BJPക്ക് വലിയ തിരിച്ചടി അമേഠിയിൽ സംഭവിക്കുന്നു. സ്മൃതി ഇറാനി തോൽവിയിലേക്ക്. ഉത്തർപ്രദേശിൽ ഇപ്പോഴും ഇന്ത്യ സഖ്യമാണല്ലോ മുന്നിൽ, NDAയെക്കാളും. നേരത്തെ NDA ആയിരുന്നു മുന്നിൽ, ഇപ്പോൾ പിന്നിലായിട്ടുണ്ടല്ലോ അല്ലെ? തീർച്ചയായും. മാത്രമല്ല 35 സീറ്റുകൾ ലീഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ വലിയ പാർട്ടിയായി ഇന്ത്യ സഖ്യത്തിൽ SP വരികയാണ്. പിന്നെ തൃണമൂൽ കോൺഗ്രസ്, DMK ഇവരൊക്കെ പ്രധാന കക്ഷികളായി വരുമ്പോൾ NDAയിൽ രണ്ടാമത്തെ പ്രധാന പാർട്ടിയായിട്ട് JDU വരുന്നു, TDP വരുന്നു. രണ്ടുപേർക്കും 15 സീറ്റുകൾ വീതം. അങ്ങനെ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതെ വരുന്ന ഈ സാഹചര്യത്തിൽ TDPയും JDUവും ഇവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുകയാണല്ലോ. ഇവർ ഏത് പക്ഷത്തേക്ക് വേണമെങ്കിലും പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന പാർട്ടികളാണ്. ഇപ്പോൾ NDAയിലാണ് എങ്കിൽ പോലും ഇല്ലേ രഞ്ജിത്ത്? UPയിലും മഹാരാഷ്ട്രയിലും വലിയ തിരിച്ചടിയാണ് NDA സഖ്യത്തിൽ നേരിടുന്നത്. UPയിലും മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശിൽ 43 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി മുന്നിലുള്ളത്. BJP കേവലം 36 സ്ഥലങ്ങളിൽ മാത്രമാണ്. കർണാടകയിൽ 16 സീറ്റുകളിൽ BJP മുന്നിലുള്ളപ്പോൾ കോൺഗ്രസ് 10 ഇടത്ത് മുന്നേറുന്നുണ്ട്. മഹാരാഷ്ട്രയിലാണ് വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയ മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടം കൈവരുന്നത്. മധ്യപ്രദേശ് മാത്രമാണ് ഇപ്പോൾ BJPക്ക് ആശ്വസിക്കാനായി തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് പിന്നെയും കുറഞ്ഞിരിക്കുന്നു. 6618 അവസാനത്തേക്ക് വരുമ്പോൾ